ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മളിന്ന് കുർത്തിക്കും ഫ്രോക്കിനും ഒക്കെ വയ്ക്കുന്ന ഒരു സാഷ് ബോയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തുടർന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്കിതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. ഇതുപോലത്തെ 2 പീസ് ക്ലോത്താണ് നമുക്ക് സാഷ് ബോ തയ്യാറാക്കാനായിട്ട് വേണ്ടത്. എന്നിട്ട് അതിൻ്റെ ലെങ്ത് എടുക്കണം. ലെങ്ത് നമ്മളിപ്പോൾ ഒരു 31 ഇഞ്ചാണ്. നമ്മളൊരു കുർത്തിക്കായതുകൊണ്ടാണ് ഇത്രയും ലെങ്ത് എടുത്തത്. ഒരു ഫ്രോക്കിനാണെങ്കിൽ ഒരു 25 ഇഞ്ച് വരെ മതി. 20 ആണെങ്കിലും കുഴപ്പമില്ല. ഇനി കുർത്തിക്കാണെങ്കിലും ഫ്രോക്കിനാണെങ്കിലും 5 ഇഞ്ച് തന്നെ വിഡ്ത്ത് എടുക്കണേ. നമ്മളിതാ ടോട്ടലായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യുകയാണ് എൻ്റെ ഒരു സൈഡ്. എന്നിട്ട് ഒരു 1.25 ഇഞ്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു 1.5 ലഭിക്കണം. അതിന് വേണ്ടിയാണ് ഒരു 1.25 ഇഞ്ച് നമ്മളിതാ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് ആ സൈഡ് ഒന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഭാഗം നമ്മളിതാ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതുപോലെ തന്നെ നമ്മളൊന്ന് കൊടുത്ത് ഒരു 2 ഇഞ്ച് ഇങ്ങനെ നമ്മൾ മുകളിലേക്ക് അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് ആ ക്ലോസ് ചെയ്ത് സൈഡിൽ നിന്ന് ഓപ്പൺ സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് കണ്ടോ, ഇങ്ങനെ നല്ല ഷേപ്പായിട്ട് കിട്ടുന്ന രീതിയിലാണ് ഈ 2 പീസ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നല്ല വശങ്ങൾ തമ്മിൽ ഇങ്ങനെ നമ്മൾ വെച്ച് ഈ കോർണറിൻ്റെ ഷേപ്പ് ഇതുപോലെ കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ആ കോർണർ അതുപോലെ നല്ല നീറ്റായിട്ട് കിട്ടുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് ഈ സൈഡ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ സൈഡ് വഴി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഈ എൻഡ് വരെ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ആ എൻഡ് വശത്തെ ഹോള് ഓപ്പൺ ആക്കി ഇടണം. എന്നിട്ട് ഈ വശത്തൊക്കെ കോർണറൊക്കെ നമ്മൾ നല്ല നീറ്റാക്കി കൊടുക്കണേ. അതിനുശേഷം ഇത് നമ്മൾ ഇതുപോലെ ടേൺ ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നന്നായിട്ട് നമ്മളൊന്ന് അയൺ ചെയ്ത് കൊടുക്കണേ. ഇതുപോലെ നീറ്റായിട്ട് നമ്മൾ ഇതുപോലെ ഒരു നീഡിൽ ഉപയോഗിച്ചാണ് ഇത് തിരിച്ചിടുന്നത്. ഇതുപോലത്തെ 2 പീസ് ഇതുപോലെ തന്നെ നമ്മൾ വളരെ നീറ്റായിട്ട് എടുക്കണം. കോർണറൊക്കെ ആ നീഡിൽ ഉപയോഗിച്ച് നമുക്ക് ഒന്ന് നീറ്റാക്കി കൊടുക്കാം. ഇത് കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് ലഭിച്ചിട്ടുണ്ട്. ഇതുപോലെ 2 പീസും ഇതുപോലെയാണ് ഇപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതുപോലെ വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് സാഷ് ബോ തയ്യാറാക്കാൻ സാധിക്കുന്നത്. അപ്പം നമ്മളുടെ ലെഫ്റ്റ് ഓവർ ഫാബ്രിക്കിൽ നിന്ന് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. കുർത്തിയിലൊക്കെ ഈ വേസ്റ്റിൻ്റെ ഭാഗത്താണ് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് സാഷ് ബോ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്കിത് ടാഗ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് തരിക. പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ FBയും ഇൻസ്റ്റയും ഒന്ന് ഫോളോ ചെയ്യുക. ത്രെഡ് ആൻഡ് ടച്ച് എന്ന് തന്നെയാണ് അതിൻ്റെ രണ്ടിൻ്റെയും പേര്. അപ്പം ഇതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള വീഡിയോസും നമ്മളിടാം. താങ്ക് യു ഫോർ വാച്ചിങ്.